Hello friends, welcome back to my channel. നമുക്കിന്ന് വളരെ എളുപ്പത്തിലൊരു ഡിസൈനിങ് വീഡിയോ കാണാം. ഓണം സ്പെഷ്യലാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇത് നമുക്ക് സെറ്റ് സാരിയുടെ കൂടെ ഇടാൻ പറ്റുന്ന ഒരു ഡിസൈനാണ് ചെയ്ത് കാണിക്കുന്നത്. വളരെ സിമ്പിളായിട്ട് എല്ലാവർക്കും ചെയ്യാൻ വേണ്ടിയിട്ട് നോർമൽ നീഡിൽ ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു ഡിസൈൻ ചെയ്ത് കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഇതിൻ്റെ മെറ്റീരിയൽസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാനിവിടെ ഷുഗർ ബീഡ്സ് ആണ് എടുത്തിരിക്കുന്നത്. ബ്രൈറ്റ് കളർ ഷുഗർ ബീഡ്സ് ആണ്. പിന്നെ ബാൾ ചെയിൻ എടുത്തിട്ടുണ്ട്. പിന്നെ സെയിം കളറിൽ വരുന്ന കുന്തൻ സ്റ്റോൺ റൗണ്ട്, പിന്നെ സർദോസി സെറ്റ് മുണ്ടിൻ്റെയും കൂടെ ആയതുകൊണ്ട് നമുക്ക് വൈറ്റ് പേൾസ് ബീഡ്സും എടുക്കാം. ഷുഗർ ബീഡ്സിനെക്കാളും അല്പം കൂടി വലിയ ബീഡ്സാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഞാനിവിടെ ഈ ഒരു ബ്ലൗസിൻ്റെ ഡിസൈൻ വന്നിട്ട് ബാക്ക് നെക്കിലും കയ്യിലും ഒരേ ഡിസൈൻ തന്നെയാണ് വരുന്നത്. അപ്പോൾ ഞാനിതിൻ്റെ സ്ലീവാണ് ഡിസൈൻ ചെയ്ത് കാണിക്കുന്നത്. ഈ ഒരു സ്ലീവിൻ്റെ ബോർഡർ ലൈനിലാണ് ഈ ഒരു വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇതിപ്പോൾ ഒരു എൽബോ ലെങ്ത് സ്ലീവാണ്. അപ്പോൾ ഈ ഒരു സ്ലീവിൻ്റെ ബോർഡർ ലൈനിൽ നിന്നും ഞാനൊരു 3 സെൻറ്റിമീറ്റർ ഡിസ്റ്റൻസ് എടുക്കുന്നുണ്ട്. ഈ ഒരു സ്ലീവിൻ്റെ ഫുൾ റൗണ്ടായിട്ട് വരച്ചു കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഈ ഒരു ബാൾ ചെയിൻ സ്റ്റിച്ച് ചെയ്ത് വയ്ക്കാം. ബാൾ ചെയിൻ സ്റ്റിച്ച് ചെയ്ത് ഒട്ടിക്കുന്നതിനേക്കാളും നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നത് സ്റ്റിച്ച് ചെയ്യുന്നതാണ്. ഒട്ടിക്കുവാണെങ്കിൽ ഒത്തിരി ടൈം എടുക്കും. അപ്പോൾ നമുക്കത് സ്റ്റിച്ച് ചെയ്തിട്ട് തന്നെ പോകാം. ഓരോ ബീഡ്സിൻ്റെ ഇടയിലായിട്ട് ഓരോ സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക. ഞാനിവിടെ എടുത്തിരിക്കുന്ന നീഡിൽ 12 ആണ്. നോർമൽ നീഡിൽ 12 ആണ്. ബ്ലൗസിൻ്റെ സെയിം കളർ ത്രെഡ് തന്നെ എടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ 2 ബീഡ്സിനിടയിലായിട്ടാണ് ഈ 2 ബീഡ്സിൻ്റെ ഇടയിലായിട്ടാണ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ ഈ ഒരു ബാൾ ചെയിൻ ഇവിടെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് ചെയ്യാൻ പോകുന്നത്, നമ്മളിവിടെ ഒരു മാർക്കിംഗ് കൊടുത്തിട്ടുണ്ടായിരുന്നു 3 സെൻറ്റിമീറ്റർ. അപ്പോൾ അതിന് ഈ ഒരു ലെങ്തിൽ വെച്ചിട്ടൊരു സ്ട്രെയിറ്റ് ആയിട്ടൊരു ലൈൻസാണ് വരച്ചു കൊടുക്കുന്നത്. 3 ബീഡ്സ് വെച്ചിട്ടാണ് ഡിസ്റ്റൻസ് എടുത്തിരിക്കുന്നത്. 3 അല്ലെങ്കിൽ 2 ബീഡ്സ് എടുക്കാം. നമ്മളെടുക്കുന്ന സ്റ്റോണിൻ്റെ വലുപ്പത്തിനനുസരിച്ചിട്ട് വേണം ലൈൻസ് വരച്ചു കൊടുക്കേണ്ടത്. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് ഈ ലൈൻസ് വരച്ചെടുത്ത് ബീഡ്സ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഫസ്റ്റ് ഈ ഒരു ലൈനിലായിട്ട് എൻഡിങ്, ഇതിൻ്റെ തുടക്കത്തിലായിട്ട് 2 പേൾ ബീഡ്സാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. ഇവിടുന്ന് ത്രെഡിനെ ഇങ്ങനെ എടുത്തിട്ട് 2 പേൾ ബീഡ്സ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതിന് തൊട്ട് താഴെയായിട്ട് ഷുഗർ ബീഡ്സാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. ഈ പേൾ ബീഡ്സ് കറക്റ്റ് 2 mm ഇല്ല, 1 point സംതിങ് മാത്രമേ പേൾ ബീഡ്സാണ് എടുത്തിരിക്കുന്നത്. വീഡിയോയിൽ കാണുമ്പോൾ ഒത്തിരി വലുതാണെന്ന് തോന്നുന്നുണ്ട്. പക്ഷേ നമ്മൾ ഷുഗർ ബീഡ്സിനെക്കാളും ഒരല്പം കൂടി വലുതായിട്ടാണ് ബീഡ്സ് ഇരിക്കുന്നത്. ഇനി ഇതിന് തൊട്ട് താഴെയായിട്ട് നമുക്ക് ഈ ഒരു ഷുഗർ ബീഡ്സ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അതും 2 ബീഡ്സ് വെച്ചിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. 2 കൂടുതൽ ബീഡ്സ് നമ്മൾ എടുക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു സ്റ്റിച്ച് കറക്റ്റ് ലൈൻ, ഒരു സ്ട്രെയിറ്റ് ലൈനായിട്ട് ഇരിക്കത്തില്ല. ഈ ബീഡ്സ് നമ്മൾ ഈ ലൈൻ എൻഡ് ചെയ്യുമ്പോഴത്തേക്കും അവസാനത്തെ ബീഡ്സ് വയ്ക്കുമ്പോൾ അതിന് തൊട്ട് മുകളിലുള്ള ബീഡ്സിനകത്തൂടെ സ്റ്റിച്ച് ചെയ്തിട്ട് എൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് കറക്റ്റായിട്ട് ഈ ഒരു ഷേപ്പിൽ തന്നെ നിന്നോളും. അപ്പോൾ ഞാൻ അവസാനത്തെ ബീഡ്സ് അതിന് തൊട്ട് മുകളിലുള്ള ബീഡ്സിനകത്തോടെ കയറ്റിയിട്ടാണ് താഴെ ഇറക്കിയത്. ഇനി വീണ്ടും തൊട്ടടുത്ത ലൈൻ ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഈ ഒരു ലൈൻസ് എല്ലാം ഇവിടെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഈ ലൈൻസിനിടയിലായിട്ട്
സ്റ്റോണാണ് ഒട്ടിച്ചു കൊടുക്കാൻ പോകുന്നത്. ഇതിപ്പോൾ റൗണ്ട് സ്റ്റോണാണ് എടുത്തിരിക്കുന്നത്. സെയിം കളർ, നമ്മുടെ ക്ലോത്തിൻ്റെ ബ്ലൗസിൻ്റെ സെയിം കളർ സ്റ്റോണാണ് എടുത്തിരിക്കുന്നത്. കട്ടിങ് കുന്തനാണ് എടുത്തിരിക്കുന്നത്. ഇതിൽ 3 സ്റ്റോൺസ് വെച്ചിട്ടാണ് അറേഞ്ച് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ 4 സെൻറ്റിമീറ്ററാണ് എടുക്കുന്നതെങ്കിൽ 4 സ്റ്റോൺസ് വയ്ക്കുക. ഓക്കെ, ഞാനിവിടെ സ്റ്റോൺസും എല്ലാം ഒട്ടിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഞാൻ എടുത്തിരിക്കുന്നത് സർദോസിയാണ്. സർദോസി ബ്രൈറ്റ് കളറിലെ സർദോസി, സ്ലിം ആയിട്ടിരിക്കുന്ന സർദോസിയാണ് എടുത്തിരിക്കുന്നത്. ഇത് നന്നായിട്ട് സ്ട്രെച്ച് ചെയ്തിട്ട് വേണം കട്ട് ചെയ്ത് എടുക്കേണ്ടത്. ഈ ഒരു സ്റ്റോണിൻ്റെ ഒരു വളയം വരുന്ന രീതിക്ക് കട്ട് ചെയ്ത് ആ ഒരു ലെങ്തിൽ വേണം കട്ട് ചെയ്തെടുക്കേണ്ടത്. അതായത് ഈ ഒരു സ്റ്റോണിൻ്റെ പകുതിക്ക് വരുന്ന ആ ലെങ്തിൽ വേണം കട്ട് ചെയ്തെടുക്കേണ്ടത് ഓരോ സർദോസിയും. ഞാനിവിടെ സർദോസി സ്ട്രെച്ച് ചെയ്തിട്ടാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ഷേപ്പാണോ നമ്മൾ ഉദ്ദേശിക്കുന്നത് ആ ഒരു ഷേപ്പിൽ നമുക്കത് സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട് കഴിയും. അപ്പോൾ ഇതിന് മുന്നേ ഉള്ള വീഡിയോസിലും സർദോസിയുടെ ട്യൂട്ടോറിയൽ വീഡിയോസിലും ഞാൻ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പം ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ആ ഒരു വീഡിയോയും കൂടെ ഒന്ന് കാണാം. അപ്പോൾ ഇതിങ്ങനെ ത്രെഡ് വിടുന്നെടുത്തിട്ട് ഇതിൻ്റെ ഈ ഒരു സ്റ്റോണിൻ്റെ ഈ ഒരു സൈഡിലായിട്ടൊരു സ്റ്റിച്ച് കൊടുത്തിട്ട് നീഡിലിനകത്ത് ത്രെഡിനെ ആക്കിയിട്ട് വലിച്ചു കൊടുക്കുക. അപ്പോൾ ഈ ഒരു സ്റ്റോണിൻ്റെ പകുതിക്ക് ഈ ഒരു സർദോസി നിൽക്കും. എന്നിട്ട് വീണ്ടും അടുത്ത സ്റ്റോണിലോട്ട് പോവുക. അപ്പോൾ നമ്മൾ റൈറ്റ് സൈഡിലാണ് സർദോസി സ്റ്റിച്ച് ചെയ്തത്, അടുത്തത് ലെഫ്റ്റ് സൈഡിൽ. ഇതിങ്ങനെ ഈ ഒരു സ്റ്റോണിനകത്ത് ഈ ഒരു സ്റ്റോണിന് പുറത്തോട് ട്വിസ്റ്റ് ചെയ്തിട്ട് വരുന്ന ആ ഒരു രീതിക്കാണ് അറേഞ്ച് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇങ്ങനെ ഒന്നിടവിട്ട് സ്റ്റിച്ച് ചെയ്യുന്നത്. നമ്മളിങ്ങനെ ചെയ്താൽ മാത്രമേ ഇത് കണക്റ്റഡ് ആയിട്ടിരിക്കുകയുള്ളൂ. ഇല്ലയെന്നുണ്ടെങ്കിൽ ഓരോന്നും സെപ്പറേറ്റ് ആയിട്ടിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ മൂന്നാമത്തെ സ്റ്റോണിലും സർദോസി സ്റ്റിച്ച് ചെയ്തു. ഇനി ഇതേപോലെ തന്നെ തിരിച്ചു പോവുക. അപ്പോൾ ഞാനിവിടെ ഈ ഒരു സ്ലീവ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. എല്ലാ സ്റ്റോണിന് ചുറ്റിലും സർദോസി വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് അതിന് തൊട്ട് മുകളിലായിട്ട് പേൾ ബീഡ്സ് 2 വെച്ചിട്ടൊരു ഡോട്ടായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ നെക്ക് ലൈൻ ചെയ്തിരിക്കുന്നത് നോക്കാം. ഞാനിവിടെ 4 സ്റ്റോൺസാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എടുത്തിരിക്കുന്നത് 4 സെൻറ്റിമീറ്റർ വെച്ചിട്ടാണ് ഈ ഓരോ ലൈൻസും ചെയ്തിട്ട് അതിനിടയിൽ സ്റ്റോൺസ് വെച്ച് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു ഡിസൈനാണ്. ഇതെല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഓണത്തിന് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.